ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ കണ്ടുമുട്ടാൻ ഇടവന്നിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. യേശു എന്ന നാമം, യേശു എന്ന വ്യക്തി, ആ ഒരു വ്യക്തിയുടെ പേരിലാണ് ഇന്ന് സ്വർഗം നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഐ ആം ഷുവർ, അതായത് ഈ നാമത്തെ മഹത്വപ്പെടുത്താൻ പിതാവായ ദൈവം ഇന്ന് ഈ യോഗത്തിൽ, ഈ കൂട്ടായ്മയിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, വ്യക്തികളിൽ, ജീവിതങ്ങളിൽ, ആത്മാക്കളിൽ സ്വർഗത്തിൻ്റെ കൃപ, സ്വർഗത്തിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ നിറവ്, അത്ഭുതങ്ങളുടെ സാന്നിധ്യം അവിടെ നിന്ന് നൽകും. നമ്മുടെ കുടുംബങ്ങൾ അവിടെ നിന്ന് സന്ദർശിക്കും. സന്തോഷത്തിന്റെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഓരോ ദേശങ്ങളിലും രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ സന്തോഷകരമായി കേൾക്കുന്നൊരു കാര്യമുണ്ട്. അഭിഷേകാഗ്നി നടക്കുന്ന സമയത്ത് കുട്ടികൾ പാരൻസിൻ്റെ കൂടെ വലിയ ഉത്സാഹത്തോടെ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. വലിയൊരു അനുഗ്രഹമാണ് മക്കളെ. എല്ലാ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും ഞാൻ ഇന്ന് പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. അതുപോലെ ഞാൻ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ്, എല്ലാ ശനിയാഴ്ച തോറും ഈ അഭിഷേകാഗ്നി കാണുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ലക്ഷോപലക്ഷം ആളുകൾ ഉപവസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷോപലക്ഷം ആളുകളുടെ ഉപവാസത്തിൻ്റെ ഒരു അനുഗ്രഹം ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് കുടുംബങ്ങളിലേക്ക് വർഷിക്കും. നിങ്ങളിൽ ചിലർക്കും ആ ഒരു വിളിയുണ്ട്, ആരെങ്കിലും അഭിഷേകം നിങ്ങൾ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഈ ശുശ്രൂഷ കാണുന്ന സർവ്വ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം കോളേജ് സ്റ്റുഡൻസ്, അനേകം കുടുംബങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ഒരു യുവതി പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന് മൈഗ്രെയിൻ തലവേദന ആർക്കും സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. ഉടനെ ഒരു കൂട്ടുകാരി കോളേജിൽ പറഞ്ഞു, കൂട്ടുകാരി, ഞാൻ അഭിഷേകത്തിന് കാണുന്ന വ്യക്തിയാണ്, നിന്റെ ഈ രോഗം സുഖപ്പെടാൻ നീ അഭിഷേകത്തിന് കണ്ടാൽ യേശു നിന്നെ സഹായിക്കും, യേശു നിന്നോട് ഇടപെടാനുണ്ട്. എൻ്റെ പേര് നിമ്മി, ഞാൻ ചമ്പക്കുളത്തുനിന്ന് വരുന്നു. എനിക്ക് 2ാം ക്ലാസ് തൊട്ട് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ടും കുറവില്ലായിരുന്നു. പിന്നെ ഈ തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന വന്നാൽ എനിക്ക് പിന്നെ ഒന്ന് ബുക്ക് വായിക്കാൻ പറ്റില്ല, പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം 10th-ലും +2 ലും എനിക്ക് എക്സാം ഉള്ളപ്പം ഞാൻ പറയും, എനിക്ക് നല്ല എക്സാമിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് തലവേദന വരില്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഭയങ്കര തലവേദന. എനിക്കാണെങ്കിൽ എപ്പോഴും ഒരാഴ്ചയിൽ 3 ദിവസം എനിക്ക് തലവേദനയായിരിക്കും. അപ്പം ഞാൻ ഡിഗ്രി കോളേജിൽ പോയപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മരിയെന്നായിരുന്നു അവളുടെ പേര്. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നാളെ അവൾ വെള്ളിയാഴ്ചയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞു ശനിയാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ഏതിനിയും ഹോസ്പിറ്റലിൽ പോകണമെന്ന് അറിയില്ല. അവൾ പറഞ്ഞു, നീ ഇനിയും ഹോസ്പിറ്റലൊന്നും പോകണ്ട, നീ ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി കാണ് വട്ടായിലച്ഛൻ്റെ, അപ്പം നിൻ്റെ എല്ലാ അസുഖവും മാറും, എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടെ അട്ടപ്പാടി പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഞാൻ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. എന്നിട്ട് ഇതുവരെ ഞാൻ ഇപ്പം 3rd year ആയി, ഇതുവരെ എനിക്കിപ്പം തലവേദന വന്നിട്ടില്ല. ഇതുവരെ തലവേദനയില്ല. എനിക്ക് ഉറക്കടിച്ച് പഠിക്കാനും പറ്റുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ കിടന്ന് ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് തലവേദന വരത്തില്ല. ഉറങ്ങിയില്ലെങ്കിൽ പോലും തലവേദന വരണില്ല. നമുക്ക് ദൈവം എത്ര ഡീപ്പായ സൗഖ്യമാണ് കൊടുത്തതെന്നുണ്ടോ. മറ്റേത് ഒരാഴ്ച 7 ദിവസമാണെങ്കിൽ 3 ദിവസമെങ്കിലും തലവേദന വരും അല്ലേ, എപ്പോഴും ഇങ്ങനെ. പിന്നെ പരീക്ഷ സമയമാണെങ്കിൽ പറയുകയും വേണ്ട, ഒരു 12 മണി വരെ പോലും ഇരിക്കാൻ പറ്റില്ല, അപ്പം തന്നെ തലവേദനയാവും. പിന്നെയാണെങ്കിൽ ദൈവ ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്, വിദ്യാർത്ഥിനികളെയും കുട്ടികളുടെയും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഈശോ അവരെ അനുഗ്രഹിച്ച് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം യുവതീവാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറാണിത്. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറാണിത്. ഈ സമയം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവമേ, ലക്ഷോപലക്ഷം കോടാനുകോടി മക്കളുടെ മേൽ ഈ സമയം അനുഗ്രഹം ചൊരിയണമേ. ശുശ്രൂഷ കാണുന്നവരും കാണാത്തവരുമായ, ഞാൻ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായ
പ്രാർത്ഥനയുള്ളവരും പ്രാർത്ഥന ഇല്ലാത്തവരുമായ, വിശുദ്ധിയുള്ളവരും വിശുദ്ധി ഇല്ലാത്തവരുമായ, അനുഭവമുള്ളവരും അനുഭവം ഇല്ലാത്തവരുമായ ജനതതികളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ആത്മമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മക്കളെ, കൈകൾ ഉയർത്തിപ്പിടിക്കുക. കുട്ടികൾ നന്നായിട്ട് കൈ ഉയർത്തിപ്പിടിക്കുന്നു. പേരൻസ് നന്നായി മാതൃകാപരമായി കൈ ഉയർത്തിപ്പിടിക്കുന്നു. ഉച്ചത്തിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ ജനത്തിന് ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. വൻകൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ആത്മാവിന് വേണ്ടി ദാഹിച്ച് വിളിക്കുന്നു. ആത്മാവിനെ അയക്കണമേ. പിതാവേ, എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നു. ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. വൻകൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ സർവ്വ ജനതതികളുടെ മേലും ഗോത്രങ്ങളുടെ മേലും വംശങ്ങളുടെ മേലും ഇഷ്ടത്തോടെ ഇറങ്ങി വ്യാപരിക്കണമേ. യേശുവിനെ വരവേൽക്കാൻ ഒരു ജനതതിയെ ഒരുക്കണമേ. രക്ഷകനായ യേശുവിനെ സ്നേഹിക്കാൻ, രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാൻ, രക്ഷകനായ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കാൻ, യേശുവിൻ്റെ 2ാം വരവിന് വേണ്ടി കുടുംബങ്ങളെ ഒരുക്കാൻ പരിശുദ്ധാത്മാവേ സർവ്വ ജനപദങ്ങളുടെ മേലും ഗോത്രങ്ങളുടെ മേലും വംശങ്ങളുടെ മേലും അവിടുന്ന് ഇഷ്ടത്തോടെ വ്യാപരിക്കണമേ. സഭയെ ഒരുക്കണമേ, കുടുംബങ്ങളെ ഒരുക്കണമേ, ഇടവുകൾ ഒരുക്കണമേ, യുവകങ്ങൾ ഒരുക്കണമേ, കൂട്ടായ്മകൾ ഒരുക്കണമേ, നേതാക്കന്മാരെ ഒരുക്കണമേ, പാസ്റ്റർമാരെ ഒരുക്കണമേ, വൈദികരെ ഒരുക്കണമേ, ശുശ്രൂഷകരെ ഒരുക്കണമേ, സിസ്റ്റേഴ്സിനെ ഒരുക്കണമേ, യുവതിവാക്കന്മാരെ ഒരുക്കണമേ, വചനപ്രഘോഷകരെ ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല ഹൃദയങ്ങളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, അവിശ്വാസം മാറട്ടെ, ദീർഘചിന്തകൾ മാറട്ടെ, കൃപ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ഐക്യം നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കൊണ്ട് പൊതിയപ്പെടട്ടെ. ഓ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തളർവാതിരകൾ എഴുന്നേൽക്കട്ടെ, നിശ്ചലമായ ശരീരങ്ങൾ ഇപ്പോൾ ചലിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമം ഓരോ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, ഓരോ ഹൃദയങ്ങളിലേക്ക് യേശുവിന്റെ നാമം നിറയട്ടെ, യേശുവിന്റെ നാമം ഭവനങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ നാമം ശൂന്യതയിലേക്ക് നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു വളരെ ഇഷ്ടത്തോടുകൂടെ ഇപ്പോൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിച്ച് തൻ്റെ സമാധാനം അവിടുന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. സമാധാനത്തിൻ്റെ മാലാഖ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ഈ സമയം ഹൃദയം തുറന്ന് നമുക്ക് വചനം കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എൻ്റെ കഷ്ടതയിൽ യേശുവിന് എന്നോട് സംസാരിക്കാനുണ്ട്.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 7 വരെ തിരുലിഖിതങ്ങൾ. Jesus has something to tell us in the days of trouble. We read the supporting passage from St. Luke chapter 5 verses 1 to 7. അവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ഒരു കടൽ തീരത്ത് യേശു വന്നപ്പോൾ ഒരു വലിയൊരു ജനാവലി യേശുവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി തിക്കിത്തിരക്കി യേശുവിന് ചുറ്റും വന്നു. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. When Jesus was standing on the shore of Lake Gennesaret, people were pressing him to hear the word of God. There was 2 boats. 2 വള്ളങ്ങൾ ആ തീരത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വള്ളങ്ങളിൽ ഒന്ന് ശിമയോൻ്റേതായിരുന്നു. എന്താണ് ഈ ശിമയോൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, ജീവിതത്തിൻ്റെ ഒരു കയ്പ് അനുഭവിച്ച് തളർന്ന മനുഷ്യൻ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം രാത്രി മുഴുവൻ കടലിൽ വല വീശി, സർവ ആരോഗ്യവും സർവ ഉത്സാഹവും സർവ തീഷ്ണതയെടുത്ത് അവൻ അധ്വാനിച്ചു ജീവിതത്തിലൊരു ഉയർച്ചയ്ക്ക് വേണ്ടി. എന്നാൽ രാത്രി മുഴുവൻ വല വീശിയിട്ടും മീനൊന്നും കിട്ടാത്ത 2 വള്ളങ്ങൾ അവിടെ കടന്നത്. എന്നിട്ട് പറയാണ്, അതിലൊന്ന് ശിമയോൻ്റേതായിരുന്നു. ജീവിതത്തിൻ്റെ അധ്വാനങ്ങളിൽ വരൾച്ച വന്ന് ഉപജീവനമാർഗം നഷ്ടപ്പെട്ട് ഉപജീവനമാർഗം ഇല്ലാതെ ജീവിതത്തിൽ വേദന അനുഭവിച്ച ഒരു മനുഷ്യൻ, ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. ഇന്ന് കോടാനുകോടി ലക്ഷോപലക്ഷം ആളുകൾ വചനം കേൾക്കുകയാണ്. അതിലൊന്ന് ശിമയോൻ്റേതായിരുന്നു. ആ തകർച്ചയുടെ മനുഷ്യൻ്റേതായിരുന്നു. ഓരോരോ വ്യക്തികൾ, പ്രിയപ്പെട്ട മക്കളെ, ഓരോരുത്തരും തകർച്ച ഓർക്കുക. വള്ളങ്ങളിൽ ഒന്ന് ശിമയോൻ്റേതായിരുന്നു. യേശു ദൈവവചന പ്രഘോഷണം അവസാനിച്ചതിന് ശേഷം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. സെന്റ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 4 and 5 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, when he had finished speaking, he said to Simon, put out into the deep water and let down your net for a catch. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വല ഇറക്കാം. വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരോട് ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ആ 2 വള്ളങ്ങളുടെ സ്ഥിതി ഇപ്പം എന്തായി? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നേരം വെളുത്ത മീൻപിടുത്തത്തിന് സാധ്യതയില്ല. നേരം വെളുത്ത് തിരിച്ചു വന്ന് അവർ വലയെല്ലാം കഴുകിയെല്ലാം മടക്കി കെട്ടി വെച്ചിട്ട് ഇനി എന്ത് ഇങ്ങനെ പോകുന്ന ആ 2 വള്ളങ്ങളിലെ ആളുകൾ. ചില ആളുകൾ, പ്രിയപ്പെട്ട മക്കളെ, എന്നോട് ചില സമയത്ത് കാണുമ്പോൾ പറയാറുണ്ട്, അച്ഛാ എല്ലാം നശിച്ച് എന്ത് ചെയ്യും? ഞാൻ ആകെ തളർന്നു വച്ചാ, ഇനി ഞാൻ എന്തു ചെയ്യും? കുടുംബത്തിൻ്റെ പരാജയങ്ങൾ, ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങൾ, സാമ്പത്തിക തകർച്ച, കുടുംബജീവിത തകർച്ച, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ പോലും നേരെയാകുന്നില്ല, എവിടെ പോയാലും കടബാധ്യത, എവിടെ ചെന്നാലും ആരും എടുക്കണില്ല. മനസ്സ് തളർന്നു, ഞാൻ ആകെ തളർന്നു വച്ചാ ഇനി എന്തു ചെയ്യും?
അതുപോലത്തെ 2 വള്ളങ്ങൾ അവിടെ കടന്നത്. എല്ലാം ചെയ്തിട്ട് ഒരു ഉയർച്ചയില്ല. ഇനി എന്ത് ചെയ്യും? വലയൊക്കെ കഴുകി കെട്ടി മടക്കി വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് ഒരു വലിയ വേദനയിൽ നീങ്ങുന്ന 2 വള്ളങ്ങളിൽ ആളുകൾ. അപ്പോഴാണ് സംസാരിച്ച് പ്രസംഗമല്ല വചനപ്രഘോഷണം തീർന്ന യേശുവിന് തകർന്ന ഓരോ ആത്മാക്കളോട് ഓരോ കുടുംബങ്ങൾ എനിക്ക് നിന്നോട് ചിലത് പറയും, നിന്റെ തകർച്ച എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നേരെ ശിമോൻ്റെ നേരെ തെറഞ്ഞു. ശിമോൻ എല്ലാ വചനം കേട്ടാലും പിന്നെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഒരു വേദനയാണ്. ആ വേദനയുള്ള ഹൃദയത്തിനെ തെറഞ്ഞു, ശിമയോനെ ആഴത്തിലേക്ക് വല നീക്കുക, നീ വലയിറക്കുക. ശിമയോൻ പറഞ്ഞ് രാത്രി മുഴുവൻ ഇറക്കിയത് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും നീ പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വലയിറക്കി. സമൃദ്ധി സമൃദ്ധി സമൃദ്ധി. ഇന്ന് വരെ കിട്ടാത്തത്ര വലിയ ഉയർച്ച. മനസ്സ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു, ഒരാത്മാവ് തുടിക്കാൻ തുടങ്ങി. എന്നുവെച്ചത് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയിൽ കഷ്ടതയുടെ നാളിൽ ദൈവം ദൈവരാജ്യത്തിന്റെ വലിയ സത്യങ്ങൾ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ, ദൈവരാജ്യ ദൂതുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, എൻ്റെ കഷ്ടതയിൽ എന്നോട് ചിലത് അവിടത്തേക്ക് സംസാരിക്കാനുണ്ട്. എൻ്റെ കഷ്ടത എന്നോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. എൻ്റെ കഷ്ടത എൻ്റെ കൂടെ നിന്ന് ഇടപെടുന്ന ദൈവമുണ്ട്. ജീസസ് ഈസ് അലൈവ്. അവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരീക്ഷാ ഹാളിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ട പോലെ മൊത്തം തളർന്നപ്പോൾ യേശു ഹാളിൽ വന്ന് എങ്ങനെയാണ് ഈ മനുഷ്യനെ സഹായിച്ചത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസ്, ഞാൻ അങ്കമാലിയിൽ നിന്ന് ജോസിയേട്ടൻ, ജോസ്പുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ യൂറോപ്പിലൊരു കമ്പനിയിൽ ഇൻസ്പെക്ഷൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ അല്ലേ? അത് എൻ്റെ പരീക്ഷ ഇംഗ്ലണ്ടിൻ്റെ ഒരു സർട്ടിഫിക്കേഷനുള്ള ഒരു പരീക്ഷയാണ് എനിക്ക്. അത് 6 മണിക്കൂർ നീണ്ട ഒരു പരീക്ഷയാണ്. എല്ലാ 5 വർഷവും കൂടുമ്പോൾ ആ പരീക്ഷ ഞാൻ വീണ്ടും എഴുതണം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ വട്ടായിലച്ഛൻ്റെ അഭിഷേകാഗ്നി കൂടുന്നത് അങ്കമാലി സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ അച്ഛൻ വന്നപ്പോഴാണ്. അന്ന് അച്ഛൻ എൻ്റെ തലക്കല വെച്ച് പ്രാർത്ഥിച്ചു, എല്ലാം സാധിക്കും എന്ന് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഈ പരീക്ഷ എഴുതാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്തിനാ പേടിക്കണേ, നമുക്ക് ഇവിടെ വരാം, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും വട്ടയിലച്ഛൻ്റെ ധ്യാനം കൂടിയാൽ അത് ശരിയാവും. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, ഭാര്യയും ഒക്കെ ഇവിടെ ഉണ്ട്. അവനോട് പറഞ്ഞു, അത് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഇനി ജോലി ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണം. അങ്ങനെ നിർബന്ധിച്ച് അവൾ എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഇവിടെ കൊണ്ടുവന്നു ധ്യാനം കൂടി. ഒരു വെള്ളിയാഴ്ച ഭാര്യ വളരെ വിശ്വാസത്തോടെ ഈ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഞാനിത് കൂടി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറയണം, ഇത് കൂടി പോയി പരീക്ഷ പാസ്സായാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അത് അങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് അച്ഛൻ്റെ അഭിഷേകാഗ്നി കൂടി ഞാൻ പോയി പരീക്ഷ എഴുതി. 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ്, അത് 4 സെക്ഷനുള്ള പരീക്ഷയാണ്, ഒരു സെക്ഷൻ 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ എഴുതേണ്ട പരീക്ഷ ഞാൻ 1.5 മണിക്കൂർ എഴുതി കഴിഞ്ഞ് ഞാൻ പരീക്ഷ ഒന്നുകൂടി ഓടിച്ചു നോക്കുമ്പോൾ ഞാൻ എഴുതിയതെല്ലാം തെറ്റായി. ആദ്യം എല്ലാം എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പം എഴുതാൻ പാടില്ലാത്ത എല്ലാം കൂടെ എഴുതി വെച്ചിരിക്കും. 1.5 മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ മനഃശക്തിയും പോയി, ആദ്യത്തെ 1.5 മണിക്കൂറും പോയി. എന്ത് ചെയ്യും? ഞാൻ എഴുന്നേറ്റ് ആ പരീക്ഷ ഇംഗ്ലണ്ടുകാരനാണ്, ആ സൂപ്പർവൈസറോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ എഴുതിയ 1.5 മണിക്കൂർ ഇപ്പോൾ ഇതുവരെ എഴുതിയത് എല്ലാം തെറ്റിപ്പോയി, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് രണ്ടാമത് എഴുതാൻ പറ്റുമോ, കുറച്ച് സമയം എക്സ്ട്രാ തരാമോ? സാധിക്കില്ല, 5 മിനിറ്റാണ് എക്സ്ട്രാ ആകെ അനുവദിച്ചിട്ടുള്ളത്, അത് തരാം, അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, തന്നോട് മാത്രമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ രണ്ടാമത് ഈ തെറ്റായ ആൻസർ പേപ്പർ അയാൾ വാങ്ങിച്ച് കീറി കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ അവിടെ തല കൊത്ത് ആൻസർ പേപ്പർ അയാൾ വീണ്ടും എൻ്റെ തന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, എന്താ ആലോചിക്കണേ, എഴുതുന്നില്ലയോ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ തല വായിച്ച് കൊടുത്തിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയാണ് ആദ്യം ഓർത്തത്. അവൾ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞല്ലോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ, എന്നിട്ട് ഇങ്ങനെ ആയല്ലോ, ഇനിയിപ്പോൾ ഇത് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അയാൾ പറഞ്ഞു, 1.5 മണിക്കൂർ നിന്നെ ഓൾറെഡി പോയി, ഇനി നീ എന്താ ആലോചിക്കണേ, എഴുതുന്നില്ലയോ? ഞാൻ പറഞ്ഞു, ഐ ആം സോറി. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്ക് എഴുതാൻ പറ്റില്ല, പോവാം എന്ന് പറയുമ്പോൾ എന്നെ ആരോ എന്നെ നിർബന്ധിച്ച് പിടിച്ച് അവിടെ ഇരുത്തുമ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ വട്ടയിലച്ഛൻ നിൽക്കുന്ന ഈ ബലിപീഠമാണ് ഞാൻ കാണുന്നത്.
അതായത് അത്രയും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ പിടിച്ച് അവിടെ ഇരുത്തിയപ്പം ഈ ബലിപീഠവും ഒരു മൈക്കും അവിടെ പട്ടേലച്ഛനും രണ്ടച്ഛന്മാരും നിന്ന് ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. രണ്ടുപേരും ഇവിടെ നിൽക്കുക. സാംസറച്ചനായിരിക്കും അടുത്ത് നിൽക്കുന്നത്. എൻ്റെ ഈ പരീക്ഷ കടലാസ് ഇതിൻ്റെ ഒരു കോർണറിൽ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എഴുതി. ആരും എനിക്ക് ആൻസർ പറഞ്ഞു തരുന്ന പോലെ ഞാൻ എഴുതി. അപ്പൊ ആരോ ഒരാൾ അടുത്ത് നിന്ന് ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന പോലെ അപ്പൊ എല്ലാം ഡ്രെന്ന് പറഞ്ഞ് എഴുതിക്കൊടുക്കുക. ഡ്രെന്ന് പറഞ്ഞ് എഴുതി. മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇതെല്ലാം എഴുതി തീർന്ന് 5 മിനിറ്റ് മുമ്പ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ അയാൾ പറഞ്ഞു, ആർ യു ഷുവർ, നീ ഇത് മൊത്തം മുഴുവൻ എഴുതിയോ? ഞാൻ പറഞ്ഞു, എഴുതിയെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അച്ഛനെ ധ്യാനിച്ച് ഇവിടെ ഈ ഹോളാണ് ഞാൻ കാണുന്നത്. കണ്ട് എഴുതി പോയിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ശരിയാകുമോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വീട്ടിൽ വന്ന് ഈ ബുക്കെല്ലാം മറിച്ച് നോക്കുമ്പോൾ അതെല്ലാം ശരിയാണ് ഞാൻ എഴുതിയത്. കറക്റ്റ്. എനിക്ക് പാസ്സാവാൻ 70% മാർക്ക് വേണം, പക്ഷെ എനിക്ക് 79% മാർക്കോടെ റിസൾട്ട് വന്നപ്പോ 79. പ്രൈസ് ദി ലോർഡ്. നോക്കി എന്തൊരു അത്ഭുത ജോസിയേട്ടാ. അച്ഛൻ്റെ കൂടെ അച്ഛൻ ആരാന്ന് വല്ല കണ്ടായിരുന്നു? ഇവിടുന്ന് 2 അച്ഛന്മാർ അല്ലേ, അവരിങ്ങനെ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, ഈ പരീക്ഷ ഹോളിൽ ഇരിക്കുമ്പം ആരോ ഒരാളെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് ഈ ബലിപീഠവും ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യണതെല്ലാം ഈശോ അവിടെ കാണിച്ചു കൊടുത്തു. പിന്നെ ഉണ്ടായ അനുഭവം എന്താ നിങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ എല്ലാ പരീക്ഷ ഉത്തരം ആരോ പറയണം. പിന്നെ ആരോ പറയുന്ന പോലെയാണ്. ഞാൻ ഈ ടേബിളിന്റെ കോർണറിലാണ് എൻ്റെ എക്സാം പേപ്പർ, ആൻസർ പേപ്പർ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പരീക്ഷകളല്ല പിന്നെ കാണുന്നത്. പിന്നെ കാണുന്ന ഈ വചന ഹോളും അച്ഛനും അച്ഛൻ അടുത്ത് നിൽക്കുക, ഇവിടെ ഇരുന്ന് എഴുതിക്കോളാൻ പറയാം. പിന്നെ ഉത്തരങ്ങളെല്ലാം ഞാൻ എഴുതുന്നു. നല്ല സ്പീഡ് ഉണ്ടായിരുന്നില്ല. കാരണം 1.5 മണിക്കൂർ പോയി. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ എഴുതാൻ തീരാത്ത അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായി. UK എന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതൊക്കെ. ആ ഹോളും മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പിന്നെ വേറെ ഒന്നുമില്ല. ഒരു ഒറ്റ ഒരു ക്യാബിനിലാക്കി അങ്ങോട്ട്. ആ ക്യാബിനിൽ ഈ ബലിപീഠം ഇവിടെ ഇരുന്ന് എഴുതുകയല്ല, എഴുതുന്ന പോലെ സ്പീഡിൽ അങ്ങോട്ട് എഴുതാൻ. ആരോ പറഞ്ഞു തരുന്ന പോലെ ഞാൻ എല്ലാം എഴുതി. എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ പരീക്ഷ എഴുത്ത എൻ്റെ സൂപ്പർവൈസർക്ക് സംശയം. അവൻ വീണ്ടും ഞാൻ എഴുന്നേറ്റ് യെസ് സർ ഫിനിഷ് എന്ന് പറയുമ്പോൾ അവനോട് ചോദിച്ചു, ആർ യു ഷുവർ, മേക്ക് ഷുവർ, നിനക്ക് ഒന്നുകൂടെ 2 മിനിറ്റ് കൂടെ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കിക്കോ, 5 മിനിറ്റ് ഉണ്ട് നിനക്കിനി. ഞാൻ ഒന്നുകൂടെ നോക്കി, കാരണം ദൈവമേ ഇനിയും തെറ്റൂ. ഒന്നുകൂടെ ഓടിച്ച് നോക്കി, പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം ഓടിച്ച് നോക്കി ഞാൻ കൊടുത്തു. അപ്പം ഞാൻ എന്നിട്ട് മേലോട്ട് നോക്കി, ഞാൻ അയാൾ ഇംഗ്ലീഷുകാരനാണ്, ക്രിസ്ത്യനാണ് അയാൾ. ഞാൻ മേലോട്ട് നോക്കി, ഇനിയെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ, ഞാൻ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാണ് ഞാൻ പേപ്പർ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്ന അയാൾ എന്നെ ഇങ്ങനെ തോളിൽ തട്ടിയിട്ട്, നിന്റെ വിശ്വാസം, നീ പ്രാർത്ഥിക്കാം, യെസ്, നീ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് അയാൾ എന്നെ പറഞ്ഞു. കോളിന്ന് പോണ സമയത്ത് പ്ലീസ് പ്രേ ഫോർ മീ. അങ്ങനെ ഞാൻ പുറത്തു വന്ന്, കാരണം എൻ്റെ ജോലി പോകുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും എനിക്ക് സംശയം. ഞാൻ വീട്ടിൽ വന്ന് ഈ പരീക്ഷ ഈ ബുക്കുകളെല്ലാം മറച്ചു നോക്കി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിട്ട് ഞാനൊന്ന് മറച്ചു നോക്കട്ടെ. മറച്ചു നോക്കുമ്പോൾ ആ ഉത്തരങ്ങളെല്ലാം ശരിയാണ്, കൃത്യം ഉത്തരങ്ങൾ. അങ്ങനെ എക്സാം റിസൾട്ട് എന്തൊരു അത്ഭുതം ഇത്. എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്. എനിക്ക് വിശ്വസിക്കാനായില്ല. എല്ലാം പാസ് 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 പാസ്. 4 സെഷനാണ്. ഈ 4 സെഷനും പാസ് പാസ് പാസ്. അവള് മറിച്ച് നോക്കുമ്പോൾ അവൾക്ക് വിശ്വാസമില്ല. അവള് നെറ്റിലാണ് നോക്കുന്നത്. ഓരോന്നും അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ 1 പാസ്, 1 ഫെയിലായാലും തീർന്നു. അവള് സ്ക്രോൾ ചെയ്ത് എല്ലാം പാസ്സായി. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസേട്ടാ എല്ലാം പാസ്സാണ്. ഞാൻ പറഞ്ഞു, ആണോ? എനിക്കും വിശ്വസിക്കാനായില്ല. വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഈ പ്രായത്തെയൊക്കെ ജയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷയല്ലേ? അതെ, 6 മണിക്കൂറാണ് ഒരു പരീക്ഷ. അത് എഴുതിയില്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്, ഈ ടിക്കറ്റ് എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. എന്ത് ജോലിയത്? ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷന്റെ ഇൻസ്പെക്ഷൻ. ഞാൻ എവിടെ, ഇന്ത്യയിലാണോ UK-ലാണോ? ഞാൻ യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും. യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തണം. എന്നിട്ട് ആ സമയത്ത് ദൈവം അങ്ങോട്ട് സഹായിച്ചു. 1.5 മണിക്കൂർ തീർന്നു പോയ പരീക്ഷ മുഴുവനും ഞാൻ എഴുതിയത് അയാൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമായി. അപ്പം ദൈവം കൈക്ക് അസാധാരണ ഒരു വേഗതയും കൊടുത്ത് ഒരാൾ ഉത്തരം വേഗം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കൈ വേഗം മൂവ് ചെയ്തുകൊണ്ടിരുന്നു. സമയം 3 മണിക്കൂറാണെങ്കിൽ 2:55 എല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. 5 മിനിറ്റ് ഇനി ബാക്കി കിടക്കുകയാണ്.
അതേമാതിരി ദൈവമാണ് ഹെൽപ്പ് ചെയ്ത്. എന്തൊരു സംഭവം ഇത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എനിക്കിത് വിശ്വസിക്കാൻ എന്തെങ്കിലും പ്രയാസം കേട്ടോ. എൻ്റെ ഭാര്യ ഒന്ന് എഴുന്നേറ്റ്, ഭാര്യ അവിടെ കണ്ടിക്കാൻ എൻ്റെ എഴുന്നേറ്റ്. ഭാര്യയാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. ദൈവമേ, വിശ്വാസം വളരെയധികം ദൈവം തന്നെ. വിശ്വാസത്തിൻ്റെ ജസ്റ്റ് എഴുന്നേറ്റിരിക്കാവോ. വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇത് സംഭവിച്ചത് കേട്ടോ. വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ വിശ്വാസത്തെ ഈശോ പരിഗണിച്ച് പരീക്ഷകളിരുന്ന സമയത്ത് ഭാര്യനെ ഓർത്ത് അല്ലേ, നീ പറഞ്ഞിട്ട് ഞാൻ അട്ടപ്പാടി പോയിട്ട് അതൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, എടി നീ പറഞ്ഞല്ലോ അട്ടപ്പാടി പോണം, വട്ടയിലച്ചൻ്റെ ധ്യാനം കൂടെ പരീക്ഷ പാസ്സാവും, എന്നിട്ട് ഇത് ഇങ്ങനെ ആയല്ലോ എന്ന് പരീക്ഷകളിരുന്ന് മല്ലടിക്കുക. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. ഇനി എഴുതാൻ പറ്റില്ല, 1.5 മണിക്കൂർ കൊണ്ട് എങ്ങനെ എഴുതി തീർക്കും? ഞാൻ എഴുന്നേറ്റ് ആകെ ഭയപ്പെട്ടു പോയി. ഞാൻ ഈ ഭയപ്പാട് വണ്ടി കയ്യിൽ നിന്ന് വിട്ടുപോലെ ഇപ്പോഴത്തെ സ്ഥിതി അതാണ് സ്ഥിതി. ഭയപ്പെട്ട് എഴുന്നേറ്റപ്പോൾ ഈ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഐ യു ഗോയിങ് ടു ട്രൈ അഗൈൻ ഓർ? ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അയാളോടല്ല സംസാരിക്കുന്നത്. ഞാനപ്പോൾ ആകെ പേടിച്ച്, എൻ്റെ ദൈവം, എൻ്റെ ജോലി പോയല്ലോ. അങ്ങനെ ആരോ വന്ന് എന്നെ പിടിച്ച് അവിടെ ഇരുത്താണ്, ഇവിടെ ശക്തിയായിട്ട് പിടിച്ചിരുത്തി. പിന്നെ ഞാൻ കാണുന്നതാണ് ഒട്ടേലച്ഛനും 2 അച്ഛന്മാരും ഇങ്ങനെ വാഴ്ത്തുന്നതല്ല, അച്ഛനും കൂടെ നിന്ന് തമാശ പറയുന്നതായിട്ടാണ് റിലാക്സ് എന്ന് പറഞ്ഞ് കാണുന്നത്, ചിരിച്ച്. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് ആ സമയത്ത് വന്നത് കേട്ടോ. ആ സമയത്ത് റിലാക്സ് ചെയ്യിക്കാനും കൈക്ക് സ്പീഡ്, കാരണം പേശിയൊക്കെ മുറുകിപ്പോയി, അത് ലൂസാൻ കണ്ടു എഴുതണ്ടേ. അതൊക്കെ ദൈവം വേണ്ട പോലെ അവിടെ ചെയ്ത് അങ്ങനെ ശരിയാക്കി. ദൈവമേ, ഈ ബലിപീഠവുമായുള്ള ബന്ധം അത്രയും പവർഫുള്ളാണ് സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വള്ളങ്ങളിൽ ഒന്ന് ശിമയോൻ്റേതായിരുന്നു. കർത്താവ് സംസാരിച്ച് തീർന്നപ്പോൾ ശിമയോനോട് പറഞ്ഞു, ശിമയോനെ, വള്ളത്തിൻ്റെ വലതുവശത്ത് നീ വലയിറക്കുക. ഈശോ ആ കഷ്ടതയിൽ സംസാരിക്കുകയാണ്. അവിടെ യാതൊരു സാധ്യതയില്ല. അത്ഭുതമാണ്. പിന്നെ അത്ഭുതം, ദൈവത്തിൻ്റെ ഇടപെടൽ. എൻ്റെ കഷ്ടതയുടെ നാളിൽ എൻ്റെ യേശുവിന് എന്നോട് സംസാരിക്കാനുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നു. നാഹൂം പ്രവാചകന്റെ ഗ്രന്ഥം 1-ാം അധ്യായം 7-ാം തിരുലിഖിതം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. The Lord is good, a stronghold in a day of trouble. He protects those who take refuge in him. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ സ്വരം കേൾക്കാനും ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാനും ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവം നിങ്ങളുടെ മുദ്രയിട്ടത് കൊണ്ടാണ്. ഈ നിമിഷം മകനെ, മകളെ, നീ എത്ര ചെറുതാണെങ്കിലും നീ എത്ര വലുതാണെങ്കിലും, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, ഇന്നും ജീവിക്കുന്ന യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, കരഞ്ഞ് നിലവിളിച്ചാൽ നിന്റെ ജീവിതത്തെ സ്വർഗത്തിലെത്തിക്കുന്ന, നിനക്ക് നിത്യജീവൻ നൽകി ക്രൗൺ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ കിരീടം നിനക്ക് വേണ്ടി ഒരുക്കുന്ന നിന്റെ രക്ഷകനായ യേശു നിന്റെ ജീവിതത്തിൽ വന്ന് ജീവിത രക്ഷയുടെ പാതയിലേക്ക് നയിക്കും. 1 യോഹന്നാൻ 5-ാം അധ്യായം 12-ാം തിരുലിഖിതം. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ യേശുവാണ് ദിവ്യകാരുണ്യ രൂപനായി ഇപ്പോൾ നമ്മോട് കൂടെ ആയിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ അവിടെ മുട്ടുകുത്തുക. സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തുക. ഒട്ടും പറ്റാത്തവർ നിൽക്കുക. രോഗികൾ ഇപ്പോൾ കൈകൾ ഉയർത്തുക. സർവ്വര് കൈകൾ ഉയർത്തുന്നു. സർവ്വ ലോകത്തിൻ്റെയും അധിപതിയും ഇന്നും ജീവിക്കുന്നവനും നമ്മോട് കൂടെ ആയിരിക്കുന്നവനുമായ യേശുവിനെ ഉച്ചത്തിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, Hallelujah, hallelujah, hallelujah.
കർത്താവ് ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവാ കർത്താവ് ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ, തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾ, രോഗം മൂലം ഭയപ്പെട്ടിരിക്കുന്നവർ, മരണഭയമുള്ളവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, ഇനി തലപൊക്കാൻ പറ്റില്ലല്ലോ, എല്ലാം പോയല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർ, മരണത്തിന് വക്കത്തിരിക്കുന്ന സർവ്വ മക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപ നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കാ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപ നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കാ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകുന്ന ഈ സമയത്ത് ദൈവമക്കളെ, ജീവനും ജീവിതം നൽകിയ യേശുവിനെ ഉച്ചത്തിൽ വിളിക്കുക. ഈ സമയം വിളിച്ചപേക്ഷിക്കുന്നവരുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ഡെലിവറൻസ്, ഒരു അത്ഭുതം, ഒരു അഭിഷേകം ഇന്ന് സ്വർഗം നൽകട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. നുറുങ്ങി വിളിക്കുന്നു, രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ കൈകൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ വന്നു വാഴണമേ യേശുവേ ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ യേശുവേ വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അന്ധകാരാധിപത്യങ്ങൾ തകരുന്നു, വന്നു വാഴണമേ തിന്മയെ ശാസിക്കുന്നു. ഞാനല്ല അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, രോഗങ്ങൾ നീങ്ങി പോകട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല യേശുവേ 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 യേശുവിനെ വിളിക്കുന്നു.